പ്രിയൻ, ഈ കറാച്ചിയിൽ തുർക്കിയുടെ ഒരു കപ്പൽ വന്നിട്ടുണ്ട്. അതിനെ ഏത് തരത്തിൽ കാണാം? ഒരു ഒലപ്പാമ്പ് കാട്ടിയുള്ളൊരു പേടിപ്പിക്കലായിട്ട് കണ്ടാൽ മതിയോ? തുർക്കി അങ്ങനെ പാകിസ്ഥാന്റെ മെയിൻ പാർട്ണർ ഒന്നുമില്ല, പക്ഷെ അവർക്കൊരു സൈനിക സഹകരണം, ഒരു ചെറിയ തോതിലുള്ള സൈനിക സഹകരണമുണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധ മേഖലയിലെ പങ്കാളിത്തമൊന്നും ഇതുവരെ വന്നിട്ടില്ല. ചെറിയ തോതിലാണ് അവരുടെ അന്തർവാഹിനികളൊക്കെ നന്നാക്കുന്ന, ഇത് പുതുക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കരാറുകളൊക്കെ തുർക്കിയിലെ കമ്പനികളാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേവൽ എക്സസൈസിന്റെ ഭാഗമായി 2 ദിവസത്തേക്ക് വന്നതാണെന്നാണ് പറയുന്നത്. ഇന്നലെ വന്നു, 7-ാം തീയതി തിരിച്ചു പോകും കപ്പൽ. അപ്പോൾ ഇതിന് വലിയ പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ പഹൽഗാം പശ്ചാത്തലത്തിൽ ഇന്ത്യ അതിനെ നിരീക്ഷിക്കുന്നുണ്ട്, കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. കാരണം ഇന്ത്യക്ക് ഈ പറയുന്ന ഇന്ത്യൻ ഓഷൻ റീജിയൻ, അതായത് ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ വരുന്ന മേഖല, പിന്നെ ഇന്ത്യൻ മഹാസമുദ്രം, ഇതിൽ വലിയ ശക്തിയാണുള്ളത്, വലിയ കരുത്താണുള്ളത്. പഴയ നേവി ഒന്നും അല്ല. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇന്ത്യൻ നേവിയുടെ തലവര തന്നെ മാറ്റിയിട്ടുണ്ട്. വൻ കരുത്താണ് ഇന്ത്യ അക്കാര്യത്തിൽ നേടിയിട്ടുള്ളത്. അതുകൊണ്ട് തുർക്കിയുടെ ഒരു ചെറിയ കപ്പൽ വന്നു എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. അതിനെയൊക്കെ നിഷ്പ്രയാസം ഇന്ത്യക്ക് മറികടക്കാമെന്നുള്ളത്. പക്ഷേ തുർക്കി അങ്ങനെ ഒരു മണ്ടത്തരത്തിന് മുതിരില്ല എന്നുള്ളതാണ്. കാരണം തുർക്കിക്ക് കൃത്യമായ ബോധ്യമുണ്ട്, തുർക്കി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നത്തിന് വന്നു കഴിഞ്ഞാൽ അത് തുർക്കിയെ ഗുരുതരമായി ബാധിക്കും. അല്ലെങ്കിൽ തന്നെ തുർക്കിക്ക് അത്ര നല്ല സ്ഥിതിയൊന്നും അല്ല ഉള്ളത്. ഈ പാകിസ്ഥാൻ്റെയൊക്കെ ഏതാണ്ടൊരു അവസ്ഥ തന്നെയാണ്. പക്ഷേ ഇത്തിരി മെച്ചമുള്ള രാജ്യമാണ്. അവിടെ ഗതികേടില്ല, പാകിസ്ഥാൻ്റെ അത്ര ഗതികേടില്ല എന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞ് വലിയ കരുത്തൊന്നുമല്ല തുർക്കി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ വലിയ നമുക്ക് ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ മറ്റാരും പാകിസ്ഥാനെ സഹായിക്കാനില്ല എന്നുള്ളതാണ്. UN പോയി കരയുന്നു, റഷ്യയോട് പോയി കരയുന്നു. UN പോയിട്ട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് UN ഇടപെടണം, ഇന്ത്യയിൽ ഒരു സംഘർഷ സാധ്യത ഉണ്ടാവാതിരിക്കാൻ ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് UN പോയി പറഞ്ഞിരിക്കുന്നു. റഷ്യയോട് ചെന്നിട്ട് നിങ്ങൾ ചർച്ച നടക്കണം, താഷ്കന്റ് പോലെ വീണ്ടും ഒരു അനുനയത്തിന് വേണ്ടിയിട്ട് റഷ്യ ശ്രമിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ലോകരാജ്യങ്ങൾ അടക്കം ചോദിക്കുന്നുണ്ട്, ഇവരെ വിട്ട്, തീവ്രവാദികളെ വിട്ട് ബോംബുകൾ കൊണ്ട് ഈ പറയുന്ന പരിപാടികൾ മുഴുവൻ കാണിക്കാനും ആക്രമണം നടത്താനും ഒക്കെ അറിയാവുന്ന പാകിസ്ഥാന് തീവ്രവാദികളെ ഉപയോഗിക്കാൻ, തീവ്രവാദം എന്ന് പറയുന്ന ബോംബ് ഉപയോഗിക്കാൻ കഴിയുന്ന പാകിസ്ഥാന് എന്തുകൊണ്ട് പ്രതിരോധിക്കാൻ കഴിയില്ല ഇന്ത്യ ആക്രമിച്ചാൽ? ശേഷിയില്ല എന്നറിയാം. അതായത് എഴിച്ചു നിൽക്കാൻ ശേഷിയില്ലാത്തവനാണ് വഴിയെ പോയവനെ അടിക്കാൻ വരുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോൾ ഇന്ത്യ തിരിച്ചടിക്കും. അപ്പൊ ഗതികിട്ടിട്ട് കിടന്ന് നിലവിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇന്ത്യയുടെ ശക്തമായ പ്രഹരം ഏൽക്കേണ്ടി വരും. പക്ഷെ ഇവിടുത്തെ സാഹചര്യം അതല്ല. ഇന്ത്യക്ക് നേവിയുടെ കാര്യത്തിനകത്ത് വലിയ കരുത്തുണ്ട്. നേവി കഴിഞ്ഞ ദിവസം തന്നെ നേവിയുടെ മേധാവി, നമ്മുടെ നേവിയുടെ ചീഫ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ട് കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഡിഫൻസ് സെക്രട്ടറിയും പ്രധാനമന്ത്രിയും തമ്മിലൊരു കൂടിക്കാഴ്ച നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കൂടിക്കാഴ്ചകൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ എങ്ങനെ ആക്രമിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് പാകിസ്ഥാൻ ഒരു ധാരണയും ഇല്ല എന്നുള്ളത്. പേടിച്ച് വിറച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ആ ഘട്ടത്തിലാണ് തുർക്കി വരുന്നത്. തുർക്കി സഹായങ്ങളൊക്കെ നൽകുന്നുണ്ടെങ്കിലും ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള ഒരു പ്രതിരോധ സഹകരണത്തിന് തുർക്കി തയ്യാറല്ല. കാരണം പാകിസ്ഥാൻ്റെ പൈസ ഇല്ല എന്നറിയാം. കാരണം F-16 എന്ന് പറയുന്ന വിമാനം അമേരിക്ക കൊടുത്ത വിമാനം മെയിൻറ്റെയിൻ ചെയ്യാൻ പൈസയില്ല. അങ്ങനെ പൈസ ഇല്ലാതെ വന്നപ്പോഴത്തേക്കും അമേരിക്ക അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ഫണ്ട് പാകിസ്ഥാൻ അനുവദിച്ചു. ആ ഫണ്ട് പാകിസ്ഥാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അതെടുത്ത് ഈ പഹൽഗാം അടക്കമുള്ള ആക്രമണങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. CIA ഇത് റിപ്പോർട്ട് ചെയ്തു. CIA ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തി. അപ്പോൾ എന്നിട്ട് അതിന് മുഴുവൻ തുകയും ഭീകരാക്രമണത്തിനല്ല ഉപയോഗിച്ചത്. അതിലൊരു തുക ഉപയോഗിക്കുകയും ബാക്കി ഇവരുടെ സൈനിക മേധാവി, സൈനിക സെക്രട്ടറി, മറ്റ് ഉദ്യോഗസ്ഥർ ഇവരെല്ലാവരും കൂടെ അഴിമതിയിലൂടെ പങ്കിട്ടെടുത്തു. അപ്പോൾ അമേരിക്കയ്ക്ക് വലിയ ദേഷ്യമായി. കാരണം ഇങ്ങനെ കൊടുക്കുന്ന പൈസ മുഴുവൻ സൈനിക ആവശ്യങ്ങൾക്ക് കൊടുക്കുന്ന പണം പോലും ഇവർ അഴിമതി നടത്തുകയാണ്. അങ്ങനെ വന്നപ്പോൾ ലോക രാജ്യങ്ങൾക്ക്, ഇപ്പോൾ അറബ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ പാകിസ്ഥാൻ പോയി സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ആക്രമിച്ചാൽ കൂടെ നിൽക്കണം എന്നാണ് ആവശ്യം. പക്ഷെ അവരാരും നിൽക്കാൻ സാധ്യതയില്ല. ഈ ഇറാന് പാകിസ്ഥാനെ കൊണ്ടുള്ള തലവേദന ഭീകരമാണ്. കാരണം ഈ ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്നുള്ള കുടിയേറ്റം, അനധികൃതമായിട്ട് ഇറാനിലേക്ക് പോകുന്ന ആൾക്കാർ, ഇതൊക്കെ പാകിസ്ഥാനെ കൊണ്ട് ഇറാൻ നേരിടുന്ന വലിയ ശല്യമാണ്. അങ്ങനെ വരുമ്പോൾ ഇറാൻ ഒട്ടും സഹകരിക്കാൻ താല്പര്യമില്ല, പിന്നെ പണം കൊടുക്കാനും താല്പര്യമില്ല. ഇടയ്ക്ക് പാക് റേഞ്ചർമാർ, ഈ പറയുന്ന അവരുടെ സൈനിക ഉദ്യോഗസ്ഥരും ഇറാനുമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു അതിർത്തി മേഖലയിൽ. ഇതിന് അപ്പുറത്തേക്ക് അഫ്ഗാനിസ്ഥാനിലാണെങ്കിൽ
ഈ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നടക്കുന്നത്. കാരണം അഫ്ഗാനിസ്ഥാന്റെ കയ്യിൽ അത്ര വലിയ ഈ പറയുന്ന സൈനിക പ്രതിരോധ സംവിധാനങ്ങളൊന്നും ഇല്ല എന്നുള്ളതേ ഉള്ളൂ. തെഹ്രീക്ക് പാകിസ്ഥാൻ അടക്കമുള്ള പാകിസ്ഥാനിലെ ഈ പറയുന്ന ലഷ്കർ ഇ തോയ്ബയുടെയൊക്കെ വിങ് പാകിസ്ഥാൻ അവിടെ ഈ ഖൈബർ പഷ്തൂൺ മേഖലയിൽ എത്രയും പെട്ടെന്ന് അവർക്ക് സ്വാതന്ത്ര്യം വേണമെന്നുള്ള ഡിമാൻഡില്ല. കാരണം ഇതൊരു പാകിസ്ഥാന്റെ മെയിൻ ആയിട്ടുള്ള പ്രദേശം എന്ന് പറഞ്ഞാൽ പഞ്ചാബ് പാകിസ്ഥാനാണ്. ഈ ബലൂചിസ്ഥാൻ ആദ്യമേ ഓൾറെഡി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി സെപ്പറേറ്റ് പോകാൻ നിൽക്കുന്നു, സിന്ധും സെപ്പറേറ്റ് പോകാൻ നിൽക്കുന്നു, ഈ പഷ്തൂൺ മേഖല പഷ്തൂണിസ്ഥാൻ എന്ന് പറഞ്ഞവർ സെപ്പറേറ്റ് പോകാൻ നിൽക്കുന്നു. പിന്നെ POK ഇന്ത്യ എന്തായാലും എടുക്കും. പക്ഷെ ഇന്ത്യക്ക് ഇത് തലവേദനയാണ്. ഇവരെ കൊണ്ടുവന്നിട്ട് ഈ പാകിസ്ഥാനിൽ കിടക്കുന്ന ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ POKയിൽ കിടക്കുന്ന ഒന്നിൽ അവരെ അടിച്ചു പൊട്ടിച്ചിട്ട് പ്രദേശം കൈവശപ്പെടുത്തുക എന്നുള്ളതേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഈ പറയുന്ന POKയിലുള്ള ആൾക്കാരെ ഇന്ത്യ സ്വീകരിക്കുകയാണെങ്കിൽ അത് വലിയ നഷ്ടമായിരിക്കും ഇന്ത്യക്കുണ്ടാകുക. കാരണം തീവ്രവാദ സ്വഭാവം തന്നെ അവർ പുലർത്തുകയുള്ളൂ. അപ്പോൾ ഇന്ത്യക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഈ POK ഏറ്റെടുക്കുകയാണെങ്കിൽ POKയിലുള്ള ജനങ്ങളെ മുഴുവൻ അവിടെ നിന്ന് നീക്കുക എന്നുള്ളതാണ്. ഈ പറയുന്ന പാകിസ്ഥാനികളായിട്ടുള്ളവരെ മൊത്തം അവിടുന്ന് ഓടിച്ചിട്ട് ആ മേഖല സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെയും സമാധാനം ഉണ്ടാകും. ഇല്ലെങ്കിൽ ഈ കാശ്മീർ പോലെ തന്നെ POK കിടക്കും. ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇന്ത്യക്ക് ഈ പറയുന്ന പാക് ഒക്കുപ്പൈഡ് മേഖല പിടിച്ചെടുത്തിട്ട്, പ്രത്യേകിച്ച് പിടിച്ചെടുക്കണോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. പണ്ട് സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബംഗ്ലാദേശ് ഒരു കാലഘട്ടമാകുമ്പോൾ ഇന്ത്യയോടൊപ്പം പോരും എന്ന് പറഞ്ഞിട്ട്. ബംഗ്ലാദേശ് വന്നു കഴിഞ്ഞാൽ ഇത് തന്നെ അവസ്ഥ. ബംഗ്ലാദേശ് ഈ ഭൂപ്രദേശങ്ങൾ ഇന്ത്യയുടെ കയ്യിൽ വന്നിട്ട് ഇപ്പൊ സിന്ധ് ബലൂചിസ്ഥാൻ മേഖല ഒരു പക്ഷേ അവർ സ്വതന്ത്രമായി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇന്ത്യയോടൊപ്പം നിൽക്കുന്നു എന്ന് പറയാനുള്ള സാധ്യതയൊക്കെയുണ്ട്. ആ സാംസ്കാരികമായിട്ടൊക്കെ ഇന്ത്യയോടൊപ്പം നിൽക്കുന്ന ചില പ്രദേശമാണ് ഈ പറയുന്ന ബലൂചിസ്ഥാൻ എന്നുള്ളത് കൊണ്ട്. പക്ഷേ എങ്കിലും അതൊക്കെ ഏറ്റെടുക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് വലിയ തലവേദന. ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ തന്നെ ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ ഇനി ഒരു വലിയ ജനസമൂഹത്തെ കൂടി ഇന്ത്യ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ സന്തുലിതാവസ്ഥയെ വലിയ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പാകിസ്ഥാനിൽ ഇപ്പോൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന, പാകിസ്ഥാനെ അടിക്കാൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരടി തീവ്രവാദത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പഹൽഗാമിൻ്റെ പേരിൽ കൊടുക്കുക. കാരണം ഇന്ത്യക്കാരുടെ ചോര, നമ്മുടെ ആൾക്കാരുടെ ചോര വീണതാണ്. അതിന് ഇന്ത്യ പകരം ചോദിച്ചിരിക്കും. യാതൊരു സംശയവുമില്ല. കൃത്യമായ മറുപടി അതിൻ്റെ ചെയ്തിരിക്കും. പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യ കൊടുക്കുന്ന ഒരടിയിൽ തന്നെ അസ്ഥിരമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.